നമസ്കാരം. എൻ്റെ പേര് ബാബു കെ വർഗീസ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോട് ഒരു വ്യക്തിപരമായ അപേക്ഷയാണിത്. അങ്ങ് ഡിസംബർ 25 ക്രൈസ്തവ നേതാക്കന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അങ്ങയുടെ ഭവനാങ്കണത്തിൽ പറഞ്ഞു, യേശു ക്രിസ്തു ഭാരതത്തിൻ്റെ ഗൈഡിംഗ് സ്റ്റാറാണ്, നയിക്കുന്ന നക്ഷത്രമാണെന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും തൻ്റെ ദൗത്യവും തൻ്റെ പ്രവർത്തനങ്ങളും മാതൃകാപരമാണെന്ന് അങ്ങ് പറഞ്ഞു. അതുകൂടാതെ അങ്ങ് പറഞ്ഞു, ക്രൈസ്തവരുടെ ഭാരതത്തിൻ്റെ ഉന്നമനത്തിനുള്ള സമർപ്പണം അതുല്യമാണെന്ന്. ക്രൈസ്തവരുടെ സംഭാവന ആതുര രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ പരിവർത്തനത്തിന് അതുല്യമാണെന്ന് അങ്ങ് പറഞ്ഞു. കൂടാതെ അങ്ങ് പറഞ്ഞു, സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി നോൺ വയലൻസ്, അഹിംസ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോലും അവതരിപ്പിച്ചത് ഗാന്ധിജിയുടെ സഹപ്രവർത്തകരായിരുന്ന മിഷണറിമാരും ചേർന്ന് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പൽ രുദ്രയുടെ വീട്ടിൽ വെച്ചാണെന്നാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലും ക്രൈസ്തവരുടെ സംഭാവന അങ്ങ് സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ശ്രീ മോദിജി, ഇപ്പോൾ ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ക്രൈസ്തവ വേട്ടയാണ്. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ക്രൈസ്തവർ കൊല്ലപ്പെട്ട, ആക്രമിക്കപ്പെട്ട ഒരു ദശകം ഉണ്ടായിട്ടില്ല. എൻ്റെ അടുത്ത് ഇതാ ഒരു പുസ്തകമുണ്ട്. ഇത് ഇംഫാലിൽ നിന്ന് ഞാൻ എടുത്ത ഒരു ബൈബിളാണ്. മെയ് 3 ഇംഫാലിലെ ഒരു പള്ളിയിൽ അവിടുത്തെ പാസ്റ്റർക്ക് പെട്ടെന്ന് വിവരം കിട്ടി, ഓടുക, അങ്ങേ ആക്രമിക്കുവാൻ ആൾക്കാർ വരുന്നു. രാത്രിയിൽ താനും തൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായി കാട്ടിലേക്ക് ഓടിപ്പോയി. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു ട്രക്ക് വന്നിട്ട് ആ പള്ളിയിലുള്ള, ആ സഭാ ഹാളിലുള്ള എല്ലാം എടുക്കാവുന്നതെല്ലാം എടുത്തുകൊണ്ട് പോയി. പിന്നെയും അല്പം സമയം കഴിഞ്ഞിട്ട് ട്രക്കിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്നിട്ട് അവിടെ പൊട്ടിച്ച് ആ പള്ളി കത്തിച്ചു, ചാമ്പലാക്കി. ആ ചാമ്പൽ കൂട്ടത്തിൽ നിന്നാണ് ഞാൻ ഈ ബൈബിൾ പൊക്കിയെടുത്തത്. ഇത് മണിപ്പൂരിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം ഇത് നടക്കുകയാണ്. ബൈബിളിനെതിരായി, ബൈബിൾ പ്രവർത്തകർക്കെതിരായി, ക്രൈസ്തവ സേവകർക്കെതിരായി, അവരുടെ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം തച്ചുടയ്ക്കുകയാണ്, ആക്രമിക്കുകയാണ്. ഇന്ന് ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്ക് പ്രകാരം ഒരു ദിവസം ഭാരതത്തിൽ 4 ക്രൈസ്തവ ആക്രമണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ, യുപിയിൽ, ഉത്തർപ്രദേശിൽ നിന്ന് ബൈബിൾ കൊണ്ടു നടന്നാൽ അറസ്റ്റ് ചെയ്ത് അകത്താക്കും. 800-ലധികം FIR ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഉത്തർപ്രദേശിൽ തന്നെയുണ്ട്. 100ഓളം ക്രിസ്തു മക്കളെ ഇന്ന് ജയിലിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവരുടെ വീടുകളിൽ കൂടാൻ അവകാശമില്ല, പ്രാർത്ഥിക്കാൻ അവകാശമില്ല. പള്ളികൾ ആക്രമിച്ച് കത്തിക്കുകയാണ്. ഇതുപോലൊരു ദുരന്തം ക്രൈസ്തവർ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ അനുഭവിച്ചിട്ടില്ല. അത് അങ്ങേക്കറിയാം. ഞങ്ങളുടെ പ്രശ്നം 11 മാസം, 1 വർഷമാകാറായി. എന്നിട്ടും അങ്ങ് മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നില്ല. 500-ലധികം ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. 800-ലധികം പള്ളികൾ ആക്രമിക്കപ്പെട്ടു. ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തകർത്തു. 60,000 ക്രിസ്ത്യാനികൾ ഇന്നും അഭയാർത്ഥി കേന്ദ്രങ്ങളിലും കാടുകളിലുമാണ്. വീടില്ല, വിദ്യാഭ്യാസമില്ല, കുഞ്ഞുങ്ങൾ കരയുകയാണ്, ആഹാരമില്ല, വസ്ത്രമില്ല, പാർപ്പിടമില്ല. അങ്ങ് ഇതൊന്നും കാണുന്നില്ലേ? ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് അങ്ങേക്ക് സമയം കിട്ടിയില്ലേ? അങ്ങേക്ക് ശക്തമായ ഒരു ഡിഫൻസ് ഫോഴ്സ് ഉണ്ടല്ലോ. ഒരു ഡിഫൻസ് ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞത് 6 മണിക്കൂറിനുള്ളിൽ അനുവാദം തന്നാൽ ഞങ്ങൾ ഈ മണിപ്പൂരിലെ പ്രശ്നം തീർക്കാമെന്നാണ്. എന്തേ അങ്ങ് മൗനമായിരിക്കുന്നു? മൗനം സമ്മതമാണോ എന്ന് ഞങ്ങൾ ആരോപിക്കേണ്ടിയിരിക്കുന്നു. അത് ഞങ്ങൾ ആരോപിക്കുകയില്ല. എന്നാൽ ഈ നിസ്സംഗത ഇത് അവസാനിപ്പിക്കണം. അങ്ങ് ക്രൈസ്തവരെ വേട്ടയാടുന്നത് നിർത്തണം. ഇന്ന് ഏത് പൗരനും, ഏത് ഭാരതീയനും വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും പ്രയോഗത്തിൽ വരുത്തുവാനും ഏത് വിശ്വാസവും ഭരണഘടന നൽകുന്നുണ്ട് എന്ന് ഉള്ളത് അങ്ങേക്കറിയാം. അങ്ങ് പ്രധാനമന്ത്രിയായത് നമ്മുടെ ആ വലിയ ഭരണഘടനയുടെ കൈവച്ചുകൊണ്ടാണല്ലോ. അങ്ങ് പറഞ്ഞു, എല്ലാ ഭാരതീയരെയും ഞാൻ സംരക്ഷിക്കും, ഒരു വേർതിരിവുമില്ലാതെ, ഒരു പകയുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണും എന്ന് പറഞ്ഞു.
ഞങ്ങളുടെ ഭരണഘടന എന്താണ് പറയുന്നത്? ജസ്റ്റിസ്, നീതി, ലിബർട്ടി, ഫ്രീഡം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സമാധാനം, ഇതൊക്കെയല്ലേ നമ്മുടെ ഭരണഘടന? അതല്ലേ അങ്ങ് കാത്ത് സംരക്ഷിക്കേണ്ടത്? അതിനു പകരം ക്രൈസ്തവ സമൂഹത്തിന് വലിയ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങൾക്ക് കൂടാൻ അനുവദിക്കുന്നില്ല, ഞങ്ങൾ ബൈബിൾ വിതരണം ചെയ്യുവാൻ അനുവദിക്കുന്നില്ല, ഞങ്ങളുടെ സ്കൂളുകൾ തകർക്കുകയാണ്, ഞങ്ങളുടെ പ്രോപ്പർട്ടികൾ എടുക്കുകയാണ്. ഇത് അവസാനിപ്പിച്ചേ മതിയാവൂ. ഇതിനെല്ലാം ഉത്തരവാദി അങ്ങാണെന്ന് ഞാൻ പറയുകയാണ്. കാരണം അങ്ങ് ഒരൊറ്റ ഓർഡർ ഇട്ടാൽ ഇതെല്ലാം തീരും. അങ്ങ് മൗനം പാലിക്കുകയാണ്. എന്തേ? ഞങ്ങൾ അങ്ങയുടെ സഹോദരി സഹോദരന്മാരല്ലേ? ഇത് അവസാനിപ്പിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഞങ്ങൾ പറയട്ടെ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1999 ഗ്രഹാം സ്റ്റെയിൻസിനെയും കുട്ടികളെയും ചുട്ടരിച്ചു. ഈ 22-ാം തീയതി അങ്ങ് അയോധ്യയിൽ ക്ഷേത്രത്തിന് മുമ്പാകെ കിടക്കുമ്പോൾ, അതേസമയം 25 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഗ്രഹാം സ്റ്റെയിൻസിനെയും കുട്ടികളെയും മതഭ്രാന്തന്മാർ ചുട്ടരിച്ചത്. 2008 കാന്തമലിൽ 100-ലധികം ക്രിസ്ത്യാനികളെ കൊന്നു. ഡാങ് ഡിസ്ട്രിക്ട് ഗുജറാത്തിൽ ക്രിസ്ത്യാനികളെ കൊന്നു, പള്ളികൾ തകർത്തു. ഈ ക്രൈസ്തവ താണ്ഡവം തുടരുകയാണ്. ഇത് അവസാനിപ്പിച്ചേ മതിയാവൂ. ഞങ്ങൾ ഈ ഭാരതത്തിനു വേണ്ടി ചെയ്തത് എന്താണെന്ന് അങ്ങേക്കറിയാം. അങ്ങ് പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളുടെ സംഭാവനകൾ നിങ്ങൾക്ക് അങ്ങേക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പുസ്തകം ലെറ്റ് ദെയർ ബി ഇന്ത്യ എന്ന പുസ്തകം അങ്ങ് വായിക്കണം. അങ്ങ് പാർലമെന്റ് ലൈബ്രറിയിൽ എഴുതിയിട്ടുണ്ട്. മോഡേൺ ഇന്ത്യ ഇസ് എ ക്രിയേഷൻ ഓഫ് ദി ബൈബിൾ പീപ്പിൾ. ആധുനിക ഭാരതം ബൈബിളിന്റെ സൃഷ്ടിയാണെന്ന് നിസ്സംശയം ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അവരുടെ സംഭാവനകൾ അതുല്യമാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രം മതി. യു വിൽ ബി കൺവിൻസ്ഡ്. അങ്ങേക്ക് ബോധ്യമാകും, ഭാരതത്തെ സൃഷ്ടിച്ചവർ, സംരക്ഷിച്ചവർ, ഭാരതത്തിൻ്റെ ഉന്നമനത്തിന് അഭംഗുരം പ്രവർത്തിച്ചവരാണ് ക്രൈസ്തവർ. അവരെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. അവരോട് ചേർന്ന് സമാധാനത്തോടെ സഹകരണത്തോടെ ഈ ഭാരതം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. മോദിജി, ഇതാണ് ഞങ്ങളുടെ അപേക്ഷ. ആസ് എ ഒരു ക്രൈസ്തവ മനുഷ്യൻ എന്നുള്ള നിലയിൽ അങ്ങയോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, അങ്ങ് ഒരൊറ്റ ഓർഡർ ഇടണം. ഇനിയും അമാന്തിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് അങ്ങ് ഈ ക്രൈസ്തവ വേട്ട അവസാനിപ്പിക്കണം. നമുക്കെല്ലാം ഒന്നിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് പറയുവാനും പ്രവർത്തിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കുവേണ്ട കടമ അങ്ങേക്കാണ്. അങ്ങാണ് ഇതിൻ്റെ ഉത്തരവാദി. അങ്ങ് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഒരു കാര്യം ഞാൻ പറയട്ടെ. യേശുക്രിസ്തു പറഞ്ഞു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയുമുണ്ട്. നാം ഒരിക്കൽ മരിക്കും, നാം എന്നും ജീവിക്കുന്നവരില്ല. വി ഓൾ കം വിത്ത് ആൻ എക്സ്പയറി ഡേറ്റ്. ഒരിക്കൽ മരിക്കും, എന്നാൽ നാം യേശുക്രിസ്തുവിന് മുമ്പാകെ കണക്ക് കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ ആഗോള ക്രൈസ്തവ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങയോട് ഞങ്ങൾക്ക് അപേക്ഷിക്കുവാനുള്ളത്, ഒരു സൽഭരണം അങ്ങ് കാഴ്ചവെക്കുവാൻ ദൈവം അങ്ങേക്ക് എല്ലാവിധമായ ശക്തിയും ബുദ്ധിയും തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.